നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കബളിപ്പിക്കൽ ബഡ്ജറ്റാണ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് കേരള പഞ്ചായത്ത് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK സുൽത്താൻ പറയുന്നു. സർ, എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? ബഡ്ജറ്റിനെ കുറിച്ച് എന്താ കാര്യത്തിൽ എന്താ ഒരു സംശയമുള്ളത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാമത്തെ പിണറായി സർക്കാർ തന്നെയാണ്, വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് രണ്ടാമതായിട്ടും പിണറായി സർക്കാർ തന്നെയാണ് വരുന്നത്. അവർക്ക് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്നും അതെങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നും പിരിഞ്ഞു കിട്ടേണ്ടതായ ധനകാര്യമായ വകുപ്പുകളും നികുതികളും എങ്ങനെ പിരിച്ചെടുക്കാമെന്നൊന്നും അറിയാത്ത ആളുകളില്ല. എല്ലാം അറിയും. പക്ഷേ എന്താണ് ഇപ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞാൽ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ വോട്ട് ബാങ്ക് വേണം. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടുള്ള ഒരു പൊള്ളയായ ബഡ്ജറ്റാണിത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 13 ഗഡു ക്ഷാമബത്ത കൊടുക്കാനുണ്ട്. ഈ 13 ഗഡു ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ അത് 1 ഗഡു കൊടുക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 5 ഗഡു ക്ഷാമബത്ത 13%. ഈ 5 ഗഡു ക്ഷാമബത്തയിൽ 1 ഗഡു കൊടുക്കുന്നതാണ് പറയുന്നത്. അത് ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ കൊടുക്കുന്നും ബാക്കിയുള്ള കുടിശ്ശിക മാർച്ച് മാസത്തിൽ കൊടുക്കുന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 12 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവിടെ ശമ്പളവും പെൻഷനും എല്ലാം കൂടിയിട്ടുള്ളതിൻ്റെ കുടിശ്ശിക കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയെങ്കിലും വേണം ഈ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കണമെന്ന്. സർക്കാരിൻ്റെ ധനവിവരത്തെക്കുറിച്ച് ധനമന്ത്രി ഒന്നും വ്യക്തമാക്കുന്നില്ല. ധനമന്ത്രി നിയമസഭയിൽ ഇന്ന് പറഞ്ഞത് സർക്കാരിന് മെച്ചപ്പെട്ടിട്ടുണ്ട് വരുമാനം എന്ന് പൊള്ളയായി പറഞ്ഞു എന്നല്ലാതെ അതിൻ്റേതായിട്ടുള്ള കമ്മിയാണോ ബഡ്ജറ്റിൻ്റെ പൂർണ്ണരൂപങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ധനാഗമമായ പരിപാടികളെക്കുറിച്ച് ഇപ്പോൾ എത്ര മിച്ചമുണ്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ജീവനക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, പെൻഷൻകാരെ കബളിക്കാണ്ട്. എത്ര പെൻഷൻകാരാണ് മരണപ്പെട്ടു പോയത്? എത്ര ജീവനക്കാരൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ മരണപ്പെട്ടു പോയത്? ഈ വിലക്കയറ്റം കൊണ്ട്, രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സംസ്ഥാനത്തിലെ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ജനങ്ങളും കഷ്ടപ്പെടുന്നത് സർക്കാർ കാണുന്നില്ലേ? അപ്പോൾ ആത്മാർത്ഥത സർക്കാരിന് ഈ ജീവനക്കാരോട്, സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നയപരിപാടികൾ സമയബന്ധിതമായി നടപ്പാക്കേണ്ട ആളുകളല്ലേ. അവർ നടപ്പാക്കണമെങ്കിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സർക്കാർ ജീവനക്കാരോട് വേണ്ടേ? 10, 30, 36 കൊല്ലത്തോളം സേവനം ചെയ്തിട്ടല്ലേ ഈ പെൻഷൻകാർ വരുന്നത്. അവരോടുള്ള സമീപനം എന്താണ്? അപ്പോൾ കാലാകാലങ്ങളിൽ തരേണ്ട ക്ഷാമബത്ത കുടിശ്ശിക തരാതെ നീട്ടി കൊണ്ടുപോവുകയും കുടിശ്ശിക മരവിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കുറച്ച് കാലത്തായിട്ട് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കിട്ടുന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇത് പറയാൻ കാരണം, ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 3-4 ഗഡു തരുന്നതിന് വേണ്ടി 2-3 പ്രാവശ്യം ഉത്തരവിറക്കിയ സർക്കാരാണിത്. ആ ഉത്തരവിറക്കിയിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ട്രഷറിയിൽ അത് മരവിപ്പിച്ച ഉത്തരവാണ് വരുന്നത്. അങ്ങനെ കിട്ടാത്ത അനുഭവങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് പറയണത്. പിന്നെ ഉത്തരവ് ഇറക്കുകയും പിന്നെ അത് മരവിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടി അല്ലല്ലോ. അതെ, ഉത്തരവിറക്കിയ ശേഷം പെൻഷൻ പരിഷ്കരണവുമായി കുടിശ്ശികയ്ക്ക് വേണ്ടി ഉത്തരവിറക്കിയത് 2 പ്രാവശ്യമാണ് ഈ സർക്കാർ മരവിപ്പിച്ചത്. ആ കുടിശ്ശിക കിട്ടാത്ത സാഹചര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെയ്യേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ പെൻഷൻ ശമ്പള കമ്മീഷനും പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിയമിക്കുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരു 1.5 കൊല്ലം മുമ്പിലെങ്കിലും നിയമിച്ചിരുന്നുവെങ്കിൽ സാധാരണ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കുക ഒരു 6 മാസത്തെ കാലാവധിയാണ് കൊടുക്കുക. ആ 6 മാസത്തെ കാലാവധിക്കകത്തും ആ കമ്മീഷന് അത് പരിഷ്കരിച്ച് റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുക്കാൻ പറ്റാതെ പലപ്പോഴും വീണ്ടും സമയം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായുള്ള ആൾക്കാരൊക്കെ ഈ കമ്മീഷൻ മുമ്പാകെ നിവേദനങ്ങളായി പോവുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടികളൊക്കെ നടക്കണമെങ്കിൽ കാലതാമസം നേരിടും.
അപ്പോൾ ഈ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ്. ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ചെയ്യില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയത്. ഇനി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക, അത് ആരാണെങ്കിലും ആയിക്കോട്ടെ, അവരായിക്കോട്ടെ, അതെന്ന് ഇവർക്ക് വ്യക്തതയുണ്ട്. ഈ ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാരിനെ, പല കാരണങ്ങളും ഉണ്ട്, അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെ നീട്ടിപ്പോകുന്നത്. പിന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിലായിട്ട് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുന്നതാണ് പ്രകടന പത്രികയിൽ തെരഞ്ഞെടുപ്പ് മുമ്പ് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ്. ആ 2500-ന് 1600 രൂപ വരെ കൊണ്ട് എത്തിച്ചിട്ട് പിന്നെ പെട്ടെന്നാണ് ഒരു 400 രൂപ വർധനവ് കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പോൾ 2000 രൂപയായി. ഇപ്പൊ ഈ 2000 രൂപ കൊടുത്ത് പെൻഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ക്ഷേമ പെൻഷൻ 1600 2000 ആക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗുണം കിട്ടിയില്ല എന്നാണ് പറയണത് തെരഞ്ഞെടുപ്പില്. അതെ, തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന് അതിൻ്റെ ഗുണം വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ ക്ഷേമ പെൻഷൻ 2500 രൂപയായിട്ട് വർദ്ധിപ്പിക്കാതിരുന്നിപ്പോൾ. കാരണം 2500 രൂപ വർദ്ധിപ്പിക്കുന്ന ഈ സർക്കാർ വാഗ്ദാനം നൽകിയല്ലേ, എന്നിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാർഡ് എടുത്തില്ല. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് പകരം ഇപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഭാഷ മാറ്റിയില്ലേ? അപ്പോൾ ഭാഷ മാറ്റിയിട്ടില്ല, ഒരു പുതിയ നാമവും വെച്ചിട്ടാണ് ഇപ്പോൾ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അഷ്വേർഡ് പെൻഷൻ എന്നാണ് പുതിയ പേര് പറയുന്നത്. എന്താ അതിനെക്കുറിച്ചിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ എന്ന് സർക്കാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ പറഞ്ഞ് സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്തുള്ള അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പെൻഷനായി നൽകുന്നതാണ് ഈ അഷ്വേർഡ് പെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഞങ്ങൾ നടപ്പാക്കും പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയത്. അപ്പൊ ഈ വാഗ്ദാനം ലംഘിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വാഗ്ദാനം ലംഘനം തന്നെയാണ്. രണ്ട് വിധത്തിലും വാഗ്ദാനം തന്നെയാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിച്ചിട്ടില്ല, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തരാതെ നീട്ടിക്കൊണ്ടുപോയി, ക്ഷാമബത്ത കുടിശ്ശിക തരാതെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം സർക്കാരിൻ്റെ അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തെത്തി നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഓമന ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജീവനക്കാരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറിയിട്ടുള്ളത്. അത് ഉണ്ടെന്നും ഈ പ്രബുദ്ധരായ കേരള ജനത തിരിച്ചറിയതൊക്കെ, കാരണം ഈ സർക്കാരിൻ്റെ ഇതാണെന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, ഇപ്പം സർക്കാരിൻ്റെ ധൂർത്തും അഴിമതി അല്ലാതെ വേറെന്താണ് ഇത്രയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കാരണം? ഇവിടെ ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാരായിക്കോട്ടെ, മന്ത്രിമാർക്കായിക്കോട്ടെ, MLA-മാർക്കായിക്കോട്ടെ, പഞ്ചായത്തിലെ എല്ലാവർക്കും ഈ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം നടക്കുന്നത് എന്താണ്? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ, അല്ലാതെ ആരും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നും അല്ലല്ലോ. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷേമകരമായി ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കുകയും അവർ സർക്കാരിൻ്റെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് സമയബന്ധിതമായി അവർക്കും കൊടുക്കണം. അതുപോലെ മറ്റ് അടിസ്ഥാന വർഗ്ഗങ്ങൾ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന വർഗ്ഗങ്ങൾ നിരവധിയാണ്. അത് ക്ഷേമ പെൻഷൻ മാത്രമല്ല, ധാരാളം ഓട്ടോ തൊഴിലാളികൾ, ഓട്ടോറിക്ഷകൾ തൊട്ട് കയർ കശുവണ്ടി തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയിട്ട് അടിസ്ഥാന വർഗ്ഗങ്ങളായിട്ടുള്ളവരുടെ ആനുകൂല്യങ്ങളൊന്നും സമയബന്ധിതമായി കൊടുക്കാതെ ഇവിടെ എത്ര സമരങ്ങളാണ് നടന്നത്. ആ സമരങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് വിട്ട്. ഇപ്പം അവസാനം അനവധി സമരങ്ങൾ ചെയ്ത് ഈ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ തന്നെ ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കുന്നതിനും പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശിക കിട്ടുന്നതിനും വേണ്ടിയിട്ട് അത് മുഖവിലിക്കെടുക്കാതെ സർക്കാർ അത് മൈൻഡ് ചെയ്തില്ല. അവസാനം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഈ സർക്കാർ എന്താ ചെയ്തത്? സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ചെയ്തത് ക്ഷാമബത്ത അവകാശമല്ല എന്നാണ്. അവകാശം അല്ലെങ്കിൽ പിന്നെ ഔദാര്യമാണോ? അതാണല്ലോ അതിൻ്റെ അർത്ഥം. ജീവനക്കാരുടെ അവകാശമല്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ ഔദാര്യമാണെന്ന്. ഈ ഔദാര്യം എന്ന് പറയുന്നത് ആരുടെ പണമാണ്? ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ഇതൊക്കെ. ഈ ജനങ്ങളുടെ നികുതിപ്പണം തരുന്നത് അവിടെ ഔദാര്യമാണ് എന്നുള്ള രീതിയിൽ അർത്ഥമർത്ഥിക്കൽ അവകാശമല്ല പറഞ്ഞു. ഇതാണ് ഈ സർക്കാർ ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കൊണ്ട് 1000 രൂപ ആശാവർക്കർമാരൊക്കെ എത്രയോ സമരമൊക്കെ ചെയ്തില്ലേ? ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിയാവുന്നില്ലേ? അപ്പോൾ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയും ഇത് ഒരു കബളിപ്പിക്കൽ ബഡ്ജറ്റാണെന്നും
ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ വോട്ട് ബാങ്ക് നികത്തി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കബളിപ്പിക്കൽ ബഡ്ജറ്റാണെന്ന് പറഞ്ഞിട്ടും അതിലൊരു സത്യസന്ധതയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയും. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൻ്റെ നയപരിപാടികളെ കുറിച്ചിട്ടൊന്നും ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും സർക്കാരിൻ്റെ ധനാഗമമാർഗങ്ങളെക്കുറിച്ചിട്ടോ ധനവിവരത്തെക്കുറിച്ചിട്ടോ അതിൻ്റെ ധനക്കമ്മിയെക്കുറിച്ചിട്ടോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു പൊള്ളയായ ബഡ്ജറ്റാണിത്. ആ പൊള്ളയായ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. സാക്ഷര കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുകയും ചെയ്യും. ഇതുകൊണ്ടൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി അധികാരത്തിൽ വരാൻ ഈ സർക്കാരിന് സാധിക്കുന്നത് സ്വപ്നത്തിൽ പോലും കാണണ്ട.